നിങ്ങളെന്താ ഈ വിറക് വിറക് നടക്കുന്നത്? വിറകിന്റെ കൂട്ടോ എടി ഈ മൊബൈൽ ഫോൺ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? വെറും വിളിക്കാനല്ല, ഒരു മനുഷ്യനെ ഏത് സമയത്ത് കോൺടാക്ട് ചെയ്യാനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതിന് മാത്രം എന്തോ ഉണ്ടായി? ഇന്ന് 10 മണിക്ക് അനൂപിൽ കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം 15 കോളായി, അവൻ എടുക്കുന്നില്ല. അതുപോലെ കുത്തിയിട്ടേക്കുവാന്നോ? എടി 2 പ്രാവശ്യം ഫോൺ കട്ട് ചെയ്തെന്ന്, അവൻ മനഃപൂർവ്വം അല്ലേ അത്? പിള്ളേരെല്ലാം ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരിക്കും. എറിഞ്ഞാ പൊട്ടിക്ക് ഇന്ന് ഫോൺ. അവിടെ ഫോൺ എടുക്കാത്തതിന് നിങ്ങൾ ഈ ഫോൺ എടുത്ത് ആരെ അടിച്ച് അവിടെ ഫോൺ എടുക്കുവോ? ഈ ഒരു ലോജിക്ക് ഇല്ലാതെ പറയാതെ രേഷ്മ. പിന്നെ എനിക്ക് ഇവിടെ വന്നുകൊണ്ട് അവൻ്റെ ഫോൺ അടിച്ച് പൊട്ടിക്കാൻ നോക്കുമോ? നീ ഒന്ന് വിളിച്ചേ. എടുക്കുന്നില്ല. എന്തോ ചെയ്യാനാന്ന് പറ. ഒരു കോള് വരുന്നുണ്ടല്ലോ. അനൂപിൽ വന്നോ? അല്ലേ ഒരു പെയിന്റ് ഹൗസോ? പെയിന്റ് ഹൗസ് എടുക്കല്ലേ എടുത്തോ? ഇല്ല, സൈലന്റ് ആക്കിയതാ. വേണ്ട, പിന്നെ വിളിക്കുന്നത്. അനൂപിൽ വന്നോ? അല്ല, പെയിന്റ് ഹൗസ്. പെയിന്റ് ഹൗസിൽ കോൾ എടുക്കല്ലേ? കട്ട് ചെയ്യാതെ രേഷ്മ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനഃപൂർവ്വം കട്ട് ചെയ്യാൻ അറിയത്തില്ലയോ? എന്നാ പിന്നെ എടുത്ത കാര്യം പറയരുതോ? അങ്ങനെ എടുക്കാനൊക്കത്തില്ലെന്ന്. എടി ഇവർക്കൊരു ബോർഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരാഴ്ചക്ക് മുമ്പ് കൊടുക്കേണ്ടതാ. 2 ദിവസം പണിയുണ്ട്. ഇനി 2 ദിവസം കഴിയാതെ ചെയ്യാനൊക്കത്തില്ലെന്ന്. എടുത്താൻ കാര്യം അങ്ങ് പറഞ്ഞ പോരെ. അങ്ങനൊന്നും പറയാനൊക്കത്തില്ല. നീ ആണ്ടാ അനൂപിനെ ഒന്നും വിളിച്ചേ. വേണ്ട, അവർ പിന്നെ കിടന്ന് വിളിക്കുന്നത്. പെയിന്റ് ഹൗസുകാരോ? എടി ഇവർക്കൊരു മര്യാദ ഇല്ലാത്ത വിളിയാന്നില്ല രേഷ്മ ഇത്. എടി നമ്മളെ ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കാതെ കട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എടുക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ തിരക്കായിരിക്കും അല്ലെ ബിസി ആയിരിക്കും എന്നല്ല ഈ വിളിക്കുന്നമാരെന്ന് വിചാരിക്കണ്ടേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അനു ഫിലിപ്പായിട്ട് എടുക്കാത്തപ്പോൾ നിങ്ങൾ എന്തൊക്കെ എവിടെ കിടന്ന് പറഞ്ഞേ? ഒരു മര്യാദ ഉണ്ടായി നിങ്ങൾക്കും. രേഷ്മ, നീ എൻ്റെ സൈഡാണോ അതോ അനൂപ് ഫിലിപ്പിൻ്റെ സൈഡാണോ? ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ. അനൂപ് ഫിലിപ്പിനെ ഒന്നും വിളിച്ചേ. എടുക്കുന്നില്ലയോ? ഇല്ല. ഇന്ന് ഞാൻ 7000 രൂപ കൊടുത്ത് ഒരു മാസമായില്ല ഡിസ്പ്ലേ മാറിയിട്ട്. ഗ്ലാസ് അല്ലേ പൊട്ടി? അല്ല, ഡിസ്പ്ലേ പൊട്ടിയത്. മനുഷ്യർ ദേഷ്യം പറ്റില്ലേ? രൂപ വെച്ചിട്ട് കൂടുന്നുണ്ട്. എന്റെ ഫോണിൽ ആരാ വിളിക്കുന്നേ? എന്റെ ഫോണിലോ? എടുക്കല്ലേ. നമ്പറാണോ? പെയിന്റ് ഹൗസുകാർ വേറെ കമ്പനിയിൽ വിളിക്കുന്നതായിരിക്കും. എടുത്തോ. ഹലോ ഹലോ, അനിൽ എവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ആരാ? ഞാൻ അനു ഫിലിപ്പായിരുന്നേ. അല്ലേട്ടൻ രാവിലെ വിളിച്ചായിരുന്നല്ലോ. എന്റെ ഫോണ് വീട്ടിൽ കുത്തിയിട്ടേക്കുമായിരുന്നു. ആണോ? പെയിന്റ് ഹൗസിലെ ഫോണിൽ നിന്ന് ഞാൻ കുറെ വിളിച്ചു. 10 മണി മുതൽ ഞാൻ ദീപ ഹോട്ടലിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുക. ഇനി 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകും. പൈസ വേണേ അവനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞേക്കാം. ഓക്കെ. ശരി. ഇപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മുൻകോപം? രേഷ്മ, ഇതാ ഞാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അത് ഞാൻ പറയേണ്ടതാ. മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഓരോന്ന് കാട്ടിക്കൂട്ടാൻ. ഈ അനു ഫിലിപ്പായിട്ട് എത്ര രൂപ വരാന്നാ പറഞ്ഞേ? 5000. അതിൻ്റെ കൂടെ 2000 രൂപ ഇട്ട് ഈ ഫോണിന്റെ ഡിസ്പ്ലേ അങ്ങ് മാറിയത്. നിന്റെ ഫോൺ കിട്ടും തരാമോ? ആരെ വിളിക്കാനാ? പെയിന്റ് ഹൗസുകാരെ ഒന്ന് വിളിക്കാനാ. പെയിന്റ് കടക്കാരെ ഒന്നും വിളിക്കരുത്. ഭയങ്കര വിഷയമില്ലയോ? ഒരു വിഷയമില്ല. അവന്മാര് ബോർഡ് എന്ന് തന്നെ വെക്കുക.